വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയും കൂട്ടി ശാരദാമ്മ അകത്തേക്ക് വരുമ്പോൾ പ്രീതിയും അർജുനെയും കണ്ട് ആകെ സന്തോഷമാകുന്നുണ്ട് സത്യഭാമയ്ക്ക്. അമ്മയെന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും അമ്മയ്ക്ക് എന്നോട് പരിഭവമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രീതി. അന്നേരം ആകെ അങ്ങ് സന്തോഷിച്ച് നിൽക്കുകയാണ് സത്യഭാമ. തുടർന്ന് പൂജകളൊക്കെ ആരംഭിക്കുകയാണ്. അന്നേരം അർജുൻ പറയുന്നുണ്ട്, അന്ന് സത്യാമ്മ വീട്ടിൽ ദാമ്പത്യ പൂജയ്ക്ക് ക്ഷണിക്കാനായി വന്നപ്പോൾ ഞാൻ ഇല്ലാതായിപ്പോയി എന്ന്. അന്നേരം നീരസത്തോടു കൂടി സത്യഭാമ പറയുന്നുണ്ട്, നീ അവിടെ അന്നുണ്ടായിട്ട് വലിയ വിശേഷമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അത് കേട്ട് എല്ലാവർക്കും ചെറിയ നീരസമൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, അമ്മയാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല, ചെറിയ സാമാന്യ ബോധമുണ്ടാകണം, അല്ലാത്തവരെ ചങ്ങലയ്ക്കിട്ട് പൂട്ടണം എന്നൊക്കെ വസുമതിയെക്കുറിച്ച് മോശമായിട്ട് സത്യഭാമ ആ സന്ദർഭത്തിൽ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ സത്യാമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോയെന്നറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, അവിടെ വെച്ച് ഏറ്റവും പക്വതയോടുകൂടി സംസാരിച്ചത് സത്യാമ്മയോ വസുമതിയോ ആരുമല്ല, പ്രായത്തിൽ കുറവുള്ള പ്രീതി തന്നെയാണ്. ഏതൊരു പെൺകുട്ടിക്കും കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട് സ്വന്തം വീട് പോലെയും വീട്ടുകാർ സ്വന്തം വീട്ടുകാരും പോലെയാണ്, അത്രയേ പ്രീതിയും ചെയ്തുള്ളൂ എന്നൊക്കെ ശാരദാമ്മ സത്യാമ്മയോട് പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മയെ എതിർത്തൊന്നും സത്യഭാമ സംസാരിക്കുന്നില്ല. ഇതേസമയം പുറത്ത് അമ്മയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സുസ്മിത സർലയോട് പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഈ ദാമ്പത്യ പൂജയ്ക്ക് വന്നതെന്ന് ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. വിഷ്ണുവേട്ടൻ്റെയും ശാലിനിയുടെയും ദാമ്പത്യ പൂജ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ സുസ്മിത കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് തുല്യമാണ്. അവർ തന്നെ ഉണ്ടാക്കിയ കുരുക്ക് അവരുടെ കഴുത്തിൽ തന്നെ ഞാൻ ഇട്ടുകൊടുക്കും, അതമ്മ കണ്ടോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് സുസ്മിത. തുടർന്ന് തിരുമേനി മാതൃസ്ഥാനത്ത് ആരാണെന്ന് തിരക്കുന്നുണ്ട്. അന്നേരം ഞാനാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമയ്ക്കൊരു ചെറിയ വിഷമം വരുന്നുണ്ട്. ശാന്ത പറഞ്ഞ കാര്യങ്ങൾ അന്നേരം ശ്യാമ ഓർക്കുന്നുണ്ട്. പൂജയ്ക്ക് എന്തെങ്കിലും മുടക്കം വരികയാണെങ്കിൽ മാതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ദോഷമാണെന്ന് പറഞ്ഞത് അതാലോചിച്ച് ശ്യാമ കുറച്ചു നേരം വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതേസമയം ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിത അകത്തേക്ക് വരുന്നുണ്ട്. സുസ്മിതയെ കണ്ടിട്ട് വിഷ്ണുവിനോട് പതിയെ ശാലിനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ട, ഇവൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടുമെന്ന്. അന്നേരം പതിയെ തന്നെ വിഷ്ണു മറുപടി പറയുന്നുണ്ട്, അവളും കണ്ടു നിൽക്കട്ടെ ഈ ദാമ്പത്യ പൂജ നടക്കുന്നതൊക്കെ. അങ്ങനെയല്ല വിഷ്ണുവേട്ട, അവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകുമെന്ന് ശാലിനി സുസ്മിതയെ നോക്കി പറയുകയാണ്. അന്നേരം ശാലിനി പറഞ്ഞത് കേട്ടതുപോലെ സുസ്മിത പറയുന്നുണ്ട്, നിനക്ക് ബുദ്ധിയുണ്ട് ശാലിനി, ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന്. തുടർന്ന് പൂജയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഇരിക്കാൻ പറയുമ്പോൾ വിഷ്ണുവും ശാലിനിയും അർജുനും പ്രീതിയും പിന്നെ രാജീവും ശാരികയും പീഠത്തിലേക്ക് ഇരിക്കുകയാണ്. തിരുമേനി പൂജകളൊക്കെ ആരംഭിക്കുന്നു. തുടർന്ന് തിരുമേനി പറഞ്ഞ പ്രകാരം വിഷ്ണു ശാലിനിയെയും അർജുൻ പ്രീതിയെയും രാജീവ് ശാരികയെയും സിന്ദൂരം തൊടിയിക്കുന്നു. അന്നേരം സത്യഭാമയുടെ സന്തോഷമുണ്ട്. മകനും മരുമകളും എല്ലാവരും ഒന്നിച്ചതിലുള്ള സന്തോഷത്തിലാണ് തള്ളേ നിങ്ങൾ, ഇതിനൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ ഒടുക്കം കുറിക്കും എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് കാറിൽ വരുന്ന വസുമതിയെയും കാണിക്കുന്നുണ്ട്. തുടർന്ന് തിരുമേനി പറയുകയാണ്, പൂജ ആരംഭിക്കുകയാണ്, ദാമ്പത്യ പൂജയ്ക്കുള്ള പ്രധാന മന്ത്രം ജപിക്കാൻ പോവുകയാണ്. ഈ മന്ത്രജപം മുടങ്ങിയാൽ മാതൃസ്ഥാനത്തുള്ള ആൾക്കാണ് ദോഷം എന്ന് പറഞ്ഞിട്ട് തിരുമേനി പൂജ ആരംഭിക്കുകയാണ്. തുടർന്ന് തിരുമേനി എല്ലാവർക്കും ആരതി തൊട്ടൊഴിയാനായിട്ട് ശാരദാമ്മയെ ഏൽപ്പിക്കുന്നുണ്ട്. ശാരദാമ്മ ആദ്യം അത് വിഷ്ണുവിനും ശാലിനിക്കും പിന്നീട് രാജീവിനും ശാരികയ്ക്കും നൽകുന്നുണ്ട്. അവരത് തൊട്ടൊഴിയുന്നുമുണ്ട്. അവസാനം പ്രീതിയുടെയും അർജുൻ്റെയും അടുത്തെത്തുമ്പോൾ അവർ തൊട്ടൊഴിയാനായിട്ട് കൈ ആ ദീപത്തിന് മുകളിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ നിർത്തുമെന്നും പറഞ്ഞ് അവിടേക്ക് വരികയാണ് വസുമതി. ദേഷ്യത്തോടെ അർജുൻ്റെ അടുത്തേക്ക് വന്ന വസുമതി, ഇതാണോടാ നിന്റെ അമ്പലം, എഴുന്നേൽക്ക് എഴുന്നേൽക്കെന്നും പറഞ്ഞ് അർജുൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. അന്നേരം തിരുമേനി ചോദിക്കുകയാണ്, ദാമ്പത്യ പൂജയ്ക്ക് ഇരിക്കുന്ന ആളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക, എന്താ നിങ്ങളീ ചെയ്യുന്നത് എന്നൊക്കെ തിരുമേനി ചോദിക്കുകയാണ്. അന്നേരം ഈ നിൽക്കുന്നത് എൻ്റെ മകനാണ്, അവനെക്കൊണ്ട് എന്ത് ചെയ്യിക്കണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് തിരുമേനിയോട് വസുമതി ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം എന്തിനാ നിങ്ങൾ മുടക്കം പറയുന്നത്, പൂജ നടന്നോട്ടെ വസുമതി എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, പൂജ നടന്നോട്ടെ, പക്ഷെ എൻ്റെ മകന് വെച്ച് ഇവിടെ ആരും പൂജ ചെയ്യണ്ട. അത്രയും പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിൽ നിന്നും ആ ആരതി ദീപമെടുത്ത് ദൂരേക്കങ്ങ് വലിച്ചെറിയുകയാണ് വസുമതി. അന്നേരം അത് കണ്ട് എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്, വിഷ്ണുവും ശാലിനിയും പിന്നീട് ശാരികയും രാജീവുമൊക്കെ. അന്നേരം തിരുമേനിയും എഴുന്നേറ്റ് പറയുകയാണ്, ശാരദാമ്മേ അശുഭം അശുഭം, പൂജ മുടങ്ങിയിരിക്കുന്നു. ശാരദാമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പൂജ മുടങ്ങില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ ഇതിനെ മുന്നിടാവൂ, മാതൃസ്ഥാനത്തുള്ള ആൾക്കാർക്കാണ് ദോഷം, പിന്നീട് ഇതിനുള്ള പരിഹാരം ആലോചിച്ചുള്ളൂ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്നും പോകുന്നുണ്ട്. അന്നേരം എല്ലാവരും അങ്ങ് ഒരുപോലെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞ് അർജുൻ്റെ കൈ പിടിക്കുകയാണ് വസുമതി. തുടർന്ന് ആ കൈ തട്ടി മാറ്റിയിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, കുറേ നേരമായി നിങ്ങൾ തുടങ്ങിയിട്ട് എന്താണ് നിങ്ങളിവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന്.
പക്ഷേ ഇത്രയൊക്കെ സംഭവങ്ങൾ നടത്തിയിട്ടും സത്യഭാമ ഒരക്ഷരം മിണ്ടാ നിൽക്കുകയാണ്. തുടർന്ന് വസുമതി വിഷ്ണുവിനോട് പറയുകയാണ്, നീ വലിയ കേടിയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നിന്നെ പോലുള്ള 1000 കേടികൾ എൻ്റെ മകൻ്റെ മുമ്പിലുണ്ട്. അവനെയൊക്കെ നിലയ്ക്ക് നിർത്തുന്ന ഇവനെ വരച്ച വരയിൽ നിർത്താമെങ്കിൽ ഏതൊരു കേടിയെയും നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാമെന്ന് വിഷ്ണുവിനോട് പറയുകയാണ് വസുമതി. നിന്റെ ഈ അനിയത്തിയെ എൻ്റെ വീട്ടിൽ നിർത്തണം എന്ന് പറഞ്ഞ് കാല് പിടിക്കുമ്പോൾ നിന്റെ ഈ വീരത്വമൊന്നും കണ്ടില്ലല്ലോ. ഇപ്പോഴും നിന്റെ അനിയത്തി എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് നീ ഓർക്കണമെന്ന് വസുമതി പറയുന്നു. അന്നേരം വിഷ്ണുവിനെ കുറ്റം പറയുന്നത് കേട്ട് അവസാനം വസുമതി എന്ന് വിളിക്കുകയാണ് സത്യഭാമ. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് നീ ഇപ്പോൾ ഇവിടെ കാണിച്ചത്. 3 ദമ്പതിമാരുടെ പൂജയാണ് നീ മുടക്കിയത്. ദൈവശാപം കിട്ടാതെ സൂക്ഷിച്ചോ എന്ന് സത്യഭാമ വസുമതിയോട് പറയുന്നുണ്ട്. ദൈവശാപം കിട്ടുമെങ്കിൽ അത് നിങ്ങൾക്കായിരിക്കും. നിങ്ങൾ ദാമ്പത്യ പൂജ നടത്തണം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ? അതെൻ്റെ തീരുമാനമാണ്. പിന്നെ ഒളിവിലും മറവിലുമൊക്കെ പൂജ നടത്തുന്നതാണോ സത്യഭാമയുടെ നീതി എന്ന് സത്യഭാമയെ കുറ്റപ്പെടുത്തി വസുമതി തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്. ദാമ്പത്യ പൂജ വസുമതിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ശാരദാമ്മയുടെ ചായക്കട ഒരു മറയായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ സത്യഭാമ നടത്തിയതാണ് ഈ ദാമ്പത്യ പൂജ എന്നുള്ള തരത്തിൽ സംസാരിക്കുകയാണ് വസുമതി. അന്നേരം ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മ ഇതൊന്നും അറിഞ്ഞതല്ല. ഞാനാണ് അർജുനേട്ടനെയും പ്രീതിയെയും വിളിച്ചത്. ഒരുക്കങ്ങളൊക്കെ ചെയ്തത് അമ്മയാണെന്നും. അന്നേരം അതും പരിഹസിച്ച് വസുമതി ചോദിക്കുകയാണ്, കോടീശ്വരപുത്രിയായ സത്യാമ്മയുടെ മകൾക്ക് ദാമ്പത്യ പൂജ നടത്താൻ ശാരദാമ്മയുടെ ചായക്കടയിലെ ചില്ലറത്തുട്ടും വേണമല്ലേ? പരിഹാസം എന്നൊക്കെ പറഞ്ഞ് അവിടെയും സത്യഭാമയെ കുറ്റക്കാരിയാക്കുന്നുണ്ട് വസുമതി. അന്നേരവും ഇതൊക്കെ സത്യമാണെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഞാനിതൊക്കെ വിശ്വസിക്കാം, പക്ഷേ ഈ സത്യഭാമ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് വീണ്ടും വസുമതി. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഞാനാണ് സത്യാമ്മയെ ക്ഷണിച്ചതെന്ന്. പക്ഷെ അന്നേരവും സത്യഭാമയെ തന്നെ കുറ്റക്കാരിയാക്കുകയാണ് വസുമതി. നേരും നെറിയുമില്ലാത്ത വട്ടിപ്പലിശക്കാരി എന്നൊക്കെ സത്യഭാമയെ ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് വസുമതി. അന്നേരം ഞാൻ മനസ്സിൽ പോലും അറിയാത്ത കുറ്റങ്ങൾ എന്നെ മേൽ ആരോപിച്ചാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും എന്നൊക്കെ തിരിച്ച് സത്യഭാമയും പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയും വസുമതിയും തമ്മിൽ ഒരു നല്ല ഉഗ്രൻ വാക്പോര് നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് വഴക്ക് മൂത്തപ്പോൾ നിർത്ത്, എൻ്റെ തലവരെയാണ് ഇതിനൊക്കെ കാരണം, എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല എന്നും പറഞ്ഞ് പ്രീതി അവിടെ നിന്ന് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. തുടർന്ന് വസുമതി അർജുനോട് ചോദിക്കുകയാണ്, നീ വരുന്നുണ്ടോ? ഇതിവിടെ അവസാനിപ്പിച്ച് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ പിന്നെ നീ കാണില്ല, നിന്റെ അനിയത്തിയെയും എന്ന് പറയുന്നു. അന്നേരം അമ്മേ, ഞാൻ വരുന്നില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ വന്നോളാം എന്നല്ലേ പറഞ്ഞത്, അമ്മ പൊയ്ക്കോന്നും പറഞ്ഞ് വസുമതിയോട് പറയുന്നുണ്ട് അർജുൻ. പെട്ടെന്ന് അങ്ങ് എത്തിയേക്കണമെന്ന് പറഞ്ഞ് ശ്യാമയും തള്ളി മാറ്റിയിട്ട് വസുമതി അവിടെ നിന്നും പോകുന്നുണ്ട്. തുടർന്ന് അർജുൻ ശാരദാമ്മയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇറങ്ങുകയാണ്, ഇപ്പോൾ ചെന്നില്ലെങ്കിൽ ശരിയാകില്ല. നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയാൻ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാപ്പ് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിന്നത് എന്ന് എല്ലാവരോടുമായിട്ട് അർജുൻ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, എല്ലാം വിധി പോലെ വരുമെന്ന് ശാരദാമ്മ അർജുനോട് തിരികെ മറുപടി പറയുകയാണ്. അന്നേരം പോകാൻ നേരം പ്രീതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് സത്യഭാമ. തുടർന്ന് സത്യഭാമയും സുസ്മിതയും ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് രാജീവിനെ ഫോൺ ചെയ്യുകയാണ് അമ്മാവൻ. ഫോൺ ചെയ്ത് അമ്മാവൻ പറയുകയാണ്, പൂജയൊക്കെ കഴിഞ്ഞെങ്കിൽ നീ ഒന്ന് വീട്ടിലേക്ക് ചെല്ലുമോ? ഞാൻ നിൻ്റെ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാനായിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലില്ല, മെഡിക്കൽ കോളേജിന് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അന്നേരം രാജീവ് തിരികെ ചോദിക്കുന്നുണ്ട്, ഞാൻ വരുന്നത് വരെ മരുന്നിൻ്റെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ എന്ന്. അന്നേരം നീ പോയ ശേഷമാണ് ഞാൻ മരുന്നെടുത്ത് കൊടുക്കാൻ നോക്കിയത്, അപ്പോൾ തീർന്നിരുന്നു. നീ പറ്റുമെങ്കിൽ ഒന്ന് ചെല്ലാൻ നോക്ക്, ഹൃദയമൊക്കെ വയ്യാതിരിക്കുകയല്ലേ, എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ. അന്നേരം വിജയലക്ഷ്മിയുടെ മുമ്പിൽ നിന്ന് വീട്ടിൽ വെച്ച് തന്നെയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ രാജീവിനോട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നത്. എല്ലാം കേട്ടിട്ട് എങ്കിൽ ശരി, ഞാൻ പെട്ടെന്ന് ചെന്നോളാമെന്ന് രാജീവ് അമ്മാവനോട് സമ്മതിക്കുന്നുണ്ട്. ഫോൺ വെച്ച ശേഷം എങ്ങനെയുണ്ട് വിജയലക്ഷ്മി എൻ്റെ ബുദ്ധിയെന്ന് അമ്മാവൻ ചോദിക്കുകയാണ്. പൊളിച്ചു കൃഷ്ണൻകുട്ടി ചേട്ടാ, ഇതോടെ ശാരിക തീർന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും ചേർന്നങ്ങ് ചിരിക്കുകയാണ്. അതേസമയം ശാരിക ശാരദാമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പോട്ടെ അമ്മ നല്ല ഉദ്ദേശിച്ച് ചെയ്തതല്ലേ എന്ന്. അന്നേരം രാജീവ് വന്ന് ശാരിയോട് പറയുകയാണ്, ഞാൻ പോവുകയാണ്, അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുകയല്ലേ, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞു എന്ന്. അന്നേരം എങ്കിൽ ശരി, ഞാൻ കൂടി വരാമെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വരണ്ട, ഈ ഒരവസ്ഥയിൽ താൻ അമ്മയുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്ക്, ഞാൻ പോയിട്ട് പിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് രാജീവ് പറയുകയാണ്. തുടർന്ന് രാജീവ് അവിടെ നിന്നും പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്